വാസുദേവായ. നമസ്കാരം. കളരി സ്പന്ദനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അപർണ മോഹൻ. ശ്രീമദ് ഭഗവത്ഗീതയുടെ കഴിഞ്ഞ ലക്കത്തിൽ 4-ാമത്തെ അധ്യായത്തിലെ 10 മുതൽ 14 വരെ ശ്ലോകങ്ങൾ നാം കണ്ടുകഴിഞ്ഞു. ഇനി ശ്ലോകം 15. ഏവം ജ്ഞാത്വാ കൃതം കർമ്മ പൂർവൈരപി മുമുക്ഷുഭിഃ കുരു കർമ്മൈവ തസ്മാത് ത്വം പൂർവൈഃ പൂർവതരം കൃതം. അന്വയം: ഏവം ജ്ഞാത്വാ പൂർവൈഃ മുമുക്ഷുഭിഃ അപി കർമ്മകൃതം. ഇപ്രകാരം അറിഞ്ഞിട്ട് പൂർവികരായ മുമുക്ഷുക്കളാലും കർമ്മം ചെയ്യപ്പെട്ടു. തസ്മാത് ത്വം പൂർവൈഃ പൂർവതരം കൃതം കർമ്മ ഏവ കുരു. അതിനാൽ നീ പൂർവികരാൽ പണ്ട് ചെയ്യപ്പെട്ട പ്രകാരം തന്നെ കർമ്മം ചെയ്താലും, അതായത് കർത്തൃത്വാഭിമാനമോ ഫലാസക്തിയോ കൂടാതെയാണ് പണ്ടത്തെ മോക്ഷേച്ഛുക്കൾ കർമ്മം ചെയ്തു പോന്നത്. ഇത് അറിഞ്ഞിട്ട് പൂർവികന്മാർ പണ്ടു ചെയ്ത പ്രകാരം തന്നെ നീയും കർമ്മം ചെയ്യുക. ശ്ലോകം 16. കിം കർമ്മ കിമകർമ്മേതി കവയോപ്യത്ര മോഹിതാഃ തത്തേ കർമ്മ പ്രവക്ഷ്യാമി യജ്ഞാത്വാ മോക്ഷ്യസേ ശുഭാത്. അന്വയം: കർമ്മ കിം അകർമ്മ കിം ഇതി അത്ര കവയഃ അപി മോഹിതാഃ. കർമ്മമെന്ത് അകർമ്മമെന്ത് എന്ന് നിശ്ചയിക്കുന്നതിൽ ജ്ഞാനികൾ പോലും മോഹിതരാവുന്നു. യജ്ഞാത്വാ അശുഭാത് മോക്ഷസേ തത് കർമ്മ തേ പ്രവക്ഷ്യാമി. യാതൊന്നിനെ അറിഞ്ഞാൽ അശുഭത്തിൽ നിന്ന് മുക്തനാകുമോ ആ കർമ്മത്തെ നിനക്ക് ഞാൻ പറഞ്ഞു തരാം. അതായത് കർമ്മമെന്ത് അകർമ്മമെന്ത് എന്ന് നിശ്ചയിക്കുന്നതിൽ വിവേകികൾ പോലും വിഷമിക്കുന്നു. എന്നാൽ ഏതെന്നറിഞ്ഞാൽ അശുഭമായതിൽ നിന്ന് മുക്തനാകുമോ, അല്ലെങ്കിൽ ഏറ്റവും ശുഭമായ കർമ്മം ഏതൊന്നാണോ ആ കർമ്മത്തെ ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ശ്ലോകം 17. കർമ്മണോ ഹ്യപി ബോദ്ധവ്യം ബോദ്ധവ്യം ച വികർമ്മണ അകർമ്മണശ്ച ബോദ്ധവ്യം ഗഹനാ കർമ്മണോ ഗതി. അന്വയം: കർമ്മണഃ ബോദ്ധവ്യം. കർമ്മത്തിൻ്റെ സ്വരൂപം അറിയപ്പെടേണ്ടതാണ്. വികർമ്മണഃ ച ബോദ്ധവ്യം. നിഷിദ്ധ കർമ്മത്തിൻ്റെ സ്വരൂപവും അറിയപ്പെടേണ്ടതാണ്. അകർമ്മണഃ ച ബോദ്ധവ്യം. അകർമ്മത്തിൻ്റെ സ്വരൂപവും അറിയപ്പെടേണ്ടതാണ്. ഹി കർമ്മണഃ ഗതിഃ ഗഹന. എന്തെന്നാൽ കർമ്മത്തിൻ്റെ ഗതി ഗഹനമാണ്, ആഴമേറിയതാണ്, അല്ലെങ്കിൽ അറിയാൻ പ്രയാസമാണ്. അതായത് കർമ്മത്തിൻ്റെയും വികർമ്മത്തിൻ്റെയും അകർമ്മത്തിൻ്റെയും യഥാർത്ഥ സ്വരൂപം അറിയേണ്ടത് തന്നെയാണ്. എന്തെന്നാൽ കർമ്മത്തിൻ്റെ ഗതി അറിയാൻ വളരെ പ്രയാസമാണ്. കർമ്മമെന്നാൽ വൈദികമായി അനുവദനീയമായ കർമ്മമെന്നും, വികർമ്മമെന്നാൽ ഈ വേദങ്ങൾ നിഷേധിക്കുന്ന കർമ്മമെന്നും, അകർമ്മമെന്നാൽ അനുവദനീയമായ കർമ്മങ്ങൾ ചെയ്യാതിരിക്കലാണ് എന്നും മനസ്സിലാക്കുമല്ലോ. ഇനി ശ്ലോകം 18. കർമ്മണ്യകർമ്മയഃ പശ്യേത് അകർമ്മണി ച കർമ്മയഃ സബുദ്ധിമാൻ മനുഷ്യേഷു സയുക്തഃ കൃത്സ്നകർമ്മകൃത്. അന്വയം: കർമ്മണി അകർമ്മ അകർമ്മണി കർമ്മ ച യഃ പശ്യേത്. കർമ്മത്തിൽ അകർമ്മത്തെയും അകർമ്മത്തിൽ കർമ്മത്തെയും യാതൊരാൾ കാണുന്നുവോ സഹ മനുഷ്യേഷു ബുദ്ധിമാൻ. അവൻ മനുഷ്യരിൽ ബുദ്ധിമാനാകുന്നു. സഹ യുക്തഃ കൃത്സ്നകർമ്മകൃത്. അവൻ യോഗിയും കർമ്മങ്ങൾ പൂർണ്ണമായി ചെയ്യുന്നവനുമാകുന്നു. അതായത് കർമ്മത്തിൽ അകർമ്മത്തെയും അകർമ്മത്തിൽ കർമ്മത്തെയും ആര് കാണുന്നുവോ അയാൾ മനുഷ്യരിൽ വെച്ച് ബുദ്ധിമാനാകുന്നു. അവൻ യോഗിയും കർമ്മങ്ങൾ പൂർണ്ണമായി ചെയ്യുന്നവനുമാകുന്നു. കുറച്ചുകൂടി വിശദമാക്കിയാൽ
കാരണമില്ലാതെ കാര്യമില്ല. അജ്ഞാനമെന്ന കാരണത്തിൻ്റെ കാര്യങ്ങളാണ് സങ്കല്പങ്ങളും ആഗ്രഹങ്ങളും കർമ്മങ്ങളും. കർമ്മം ദേഹത്തെയും മനസ്സിനെയും ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. എന്നാൽ ആത്മാവ് കർമ്മരഹിതനാണ്. ഒരജ്ഞാനി കർമ്മത്തെ ആത്മാവിൽ ആരോപിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നു എന്ന ഭാവന പുലർത്തുന്നത്. ഇതാണ് കർത്തൃത്വഭാവന. ഇങ്ങനെ കർത്തൃത്വഭാവത്തോടും ഫലകാംക്ഷയോടും കൂടി ചെയ്യുന്ന കർമ്മം ബന്ധകാരണമായി തീരുന്നു. എന്നാൽ ആത്മജ്ഞാനിക്ക് കർത്തൃത്വഭാവനയോ ഫലകാംക്ഷയോ ഇല്ലാത്തതിനാൽ അയാൾ കർമ്മം ചെയ്താലും അത് അകർമ്മമായിരിക്കും. എന്തെന്നാൽ അയാൾ ചെയ്യുന്ന കർമ്മം ബന്ധകാരണമായി തീരുന്നില്ല. അതാണ് കർമ്മത്തിൽ അകർമ്മത്തെ കാണുക എന്ന് പറഞ്ഞാൽ. ഇനി അജ്ഞാനി നിഷ്ക്രിയനായി ഇരുന്നാലും, അതായത് ശരീരം കൊണ്ട് ഒന്നും ചെയ്യാതിരുന്നാലും അത് കർമ്മം തന്നെയാണ്. കാരണം അയാളുടെ മനസ്സ് അപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. ഞാൻ വെറുതെ ഇരിക്കുന്നു എന്ന ചിന്തയിലും കർത്തൃത്വഭാവനയുണ്ട്. അപ്പോൾ കേവലമായ നിഷ്ക്രിയത്വം അകർമ്മമാവുകയില്ല, കർമ്മമാണ് താനും. ഇതാണ് അകർമ്മത്തിൽ കർമ്മത്തെ കാണുകയെന്നാൽ. ഇപ്രകാരം കർത്തൃത്വഭാവനയും ഫലകാംക്ഷയുമില്ലാതെ ചെയ്യുന്ന കർമ്മത്തെ അകർമ്മമായി കാണാനും കർത്തൃത്വഭാവനയോടെയുള്ള അകർമ്മത്തെ കർമ്മമായി കാണാനും ആർക്ക് കഴിയുന്നുവോ അവൻ ബുദ്ധിമാനും യോഗിയും കർമ്മങ്ങളൊക്കെ വേണ്ട പോലെ ചെയ്യുന്നവനുമാകുന്നു എന്നാണ് ഈ ശ്ലോകത്തിലൂടെ ഭഗവാൻ അർത്ഥമാക്കുന്നത്. പ്രഹേളിക പോലെ തോന്നാവുന്ന ഈ ശ്ലോകം പലരും പലതരത്തിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. കർമാകർമ്മ വികർമ്മങ്ങളെക്കുറിച്ച് ഭഗവാൻ കൂടുതൽ വിശദമാക്കുന്നത് അടുത്ത ലക്കത്തിൽ കേൾക്കാം. ഇതി ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഹരി ഓം.